ഇത് നമ്മുടെ കേരളത്തിലുള്ള ആളുകളുടെ വിജയമാണ് കേട്ടോ. ദ കേരള സ്റ്റോറി 2 എന്നും പറഞ്ഞിട്ട് ഒരു മുണഞ്ഞ സിനിമ ലോകമെമ്പാടുമുള്ള തിയേറ്ററിൽ ഇന്ന് റിലീസ് ചെയ്യാനിരുന്ന കേരള സ്റ്റോറി ഫസ്റ്റ് വന്നു. കേരളത്തിൽ 33,000 സ്ത്രീകളെ മതം മാറ്റി സിറിയയിലും അഫ്ഗാനിലൊക്കെ കൊണ്ടുപോയി ബോംബ് വെച്ച് പൊട്ടിച്ച കഥകളൊക്കെ നമ്മൾ കണ്ടു. അത് റിയൽ സ്റ്റോറിയാണെന്ന് പറഞ്ഞ് കേരളത്തിലെ സംഘിണി അമ്മച്ചിമാരും സംഘി അമ്മാവന്മാരും എല്ലാം കടന്ന് നെഞ്ചത്തടിച്ച് നിലവിളിച്ചതൊക്കെ നമ്മൾ കണ്ടതാ. ഈ കേരളത്തിൽ ഇതൊന്നും കൊണ്ടൊരു പുല്ലും നടന്നിട്ടില്ല. പക്ഷേ ദ കേരള സ്റ്റോറി 2 എന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരു സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തപ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾ അങ്ങോട്ട് ഉണർന്നു തുടങ്ങിയത്. കാരണം ഈ ഉറങ്ങിക്കിടന്ന നല്ലവരായിട്ടുള്ള ഹൈന്ദവരൊക്കെ അങ്ങോട്ട് എഴുന്നേറ്റു എന്ന് വേണം പറയാൻ. ഇന്നേ വരെ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കാത്ത അല്ലെങ്കിൽ അവരുടെ ചിന്തയിൽ പോലും വരാത്ത ഒരു കാര്യം നമ്മൾ ആ ട്രെയിലറിൽ കണ്ടത്. ഒരു ഹിന്ദു സ്ത്രീയുടെ വായിലേക്ക് മുസ്ലിം സ്ത്രീകളും ഒരു മുസ്ലിം പുരുഷനും കൂടെ ബീഫ് കുത്തിക്കയറ്റുന്ന ഒരു രംഗം. 5 വർഷം കൂടെ കഴിയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം ഇസ്ലാമിക് സ്റ്റേറ്റ് ആകുമെന്നൊക്കെയായിരുന്നു ആ ഒരു ട്രെയിലറിന്റെ ഒരു ഉള്ളടക്കം. സത്യത്തിൽ 2 മിനിറ്റുള്ള ഒരു ട്രെയിലറിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2.5 മണിക്കൂറുള്ള ആ ഒരു സിനിമയ്ക്കകത്ത് എത്രത്തോളം അപരമത വിദ്വേഷമാണ് ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള ഈ പരമചെറ്റ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. എന്തായാലും ദ റിയൽ കേരള സ്റ്റോറി എന്താണ് എന്നുള്ളത് നമ്മൾ ഇന്ന് കണ്ടു. ഹൈക്കോടതിയിൽ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളൊക്കെയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ പാടില്ല, യൂട്യൂബിൽ നിന്നും ഈ ട്രെയിലർ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഹർജി സമർപ്പിച്ചത്. അതെന്തായാലും ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. സിനിമയുടെ റിലീസിങ് തടഞ്ഞു. അത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു വിജയം തന്നെയാണ് അല്ലേ. കാരണം ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് ഇവിടുത്തെ ചില സംഘിണി അമ്മച്ചിമാരും ചില ചാണക അമ്മാവന്മാരൊക്കെ ഈ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നുകൊണ്ട് പറഞ്ഞു, ഇത് കേരളത്തിൽ നടന്നിട്ടുള്ള ദ റിയൽ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കുരയ്ക്കുന്ന മരപ്പട്ടി വാണങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമായി നമ്മൾ കാണാറുള്ള ഫ്രെഡി ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു സഹോദരനും സഹോദരിയും കൂടെയാണ് ഈ ചാണക സ്റ്റോറിക്കെതിരെ ഹൈക്കോടതിയിലേക്ക് പോയത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു സംഭവമാണ് കേട്ടോ. അതായത് ഈ ലോഹ ഇട്ടവരെല്ലാം നല്ല അച്ഛന്മാരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ കാസ കൂസ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള 1-ാം തരം ക്രിസംഗി വാണങ്ങളായിട്ടുള്ള ചില അച്ഛന്മാരുണ്ട്. ക്രൈസ്തവ മതത്തെ പറയിപ്പിക്കാനും ഇതുപോലുള്ള നല്ല പുരോഹിതന്മാരെ പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ചില മരവാണങ്ങൾ സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളതും തലയ്ക്ക് ബോധമുള്ള നല്ല സത്യക്രിസ്ത്യാനിയായിട്ടുള്ള ഇതുപോലുള്ള ചെറുപ്പക്കാരെയും നമുക്ക് കാണാൻ സാധിക്കും. ഞാനൊരു കണക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്താം. ഹിന്ദുവിൽ നിന്നും മുസ്ലിമിലേക്ക് മതം മാറിയ സ്ത്രീകൾ 154, പുരുഷന്മാർ 122, ആകെ മൊത്തം 276. ക്രിസ്ത്യനിൽ നിന്ന് മുസ്ലിമിലേക്ക് കൺവെർട്ട് ചെയ്തിട്ടുള്ളത് 42 സ്ത്രീകൾ, പുരുഷന്മാർ 25, മൊത്തം 67 പേര്. ഇനി ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 343 പേരാണ് ഇസ്ലാം മതത്തിലേക്ക് മറ്റു മതത്തിൽ നിന്നും കൺവെർട്ട് ചെയ്ത് വന്നത്. ഇനി ക്രിസ്തു മതത്തിൽ നിന്നും ഹിന്ദു മതത്തിലേക്ക് പോയത് സ്ത്രീകൾ 180 പേർ, പുരുഷന്മാർ 149 പേർ, മൊത്തം 329. മുസ്ലിം മതത്തിൽ നിന്നും ഹിന്ദു മതത്തിലേക്ക് പോയത് 24 പേർ സ്ത്രീകൾ, 12 പേർ പുരുഷന്മാർ, 36 ടോട്ടൽ 36. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 365 പേരാണ് ഹിന്ദുമതം സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് പോയത് സ്ത്രീകൾ 130, പുരുഷന്മാർ 104, ആകെ മൊത്തം 234. മുസ്ലിം മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് പോയ സ്ത്രീകൾ 13, പുരുഷന്മാർ 8, മൊത്തം 21 പേർ. അങ്ങനെ 255 പേരാണ് ഇങ്ങനെ കൺവെർട്ട് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പം ടോട്ടൽ കണക്കെടുത്ത് നോക്കുകയാണെന്നെങ്കിൽ ഏറ്റവും കൂടുതൽ കൺവെർട്ട് ചെയ്തിരിക്കുന്നത് ഹിന്ദു മതത്തിലേക്കാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു കണക്കിൽ നിന്ന് മനസ്സിലാകും. അപ്പം ഇത് എവിടുത്തെ സ്റ്റോറി ആണ് എന്നുകൂടെ നീയൊക്കെ വന്ന് ഈ ചാനലിനകത്തിരുന്ന് കുരയ്ക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ കൂടെ ഒന്ന് പഠിച്ചിട്ട് വേണം പറയാം. എന്തായാലും നമുക്ക് ആ ലോഹ ഇട്ട അവൻ്റെ ഉള്ളിൽ മറ്റേ കാക്കി ട്രൗസർ ഇട്ടിട്ടുള്ള ആ കാസ കൂസൻ പറയുന്നത് കേട്ടിട്ട് നല്ല സത്യക്രിസ്ത്യാനിയായിട്ടുള്ള മതം പഠിച്ചിട്ടുള്ള മനുഷ്യൻ നന്നാകണമെന്ന് ചിന്തിക്കുന്ന ഒരച്ഛൻ ഇതിന് കൊടുക്കുന്ന മറുപടിയും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കാണാം. ചേട്ടന്മാരെ ചേച്ചിമാരെ, കേരള സ്റ്റോറിയുടെ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം ഒത്തിരിയേറെ വിവാദങ്ങളും. അതിൽ പ്രധാനപ്പെട്ട വിവാദം ആ സിനിമയിലെ നായിക കഥാപാത്രത്തിന് നിർബന്ധിച്ച് ബീഫ് നൽകുന്ന രംഗമാണ്. കേരളത്തിലെ മതസൗഹാർദ്ദത്തെ തകർക്കാൻ ചില സംഘടിത താല്പര്യക്കാർ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിനെതിരെ പ്രകോപിതരാകാൻ കാരണമായിട്ട് തീർന്നിരിക്കുന്നത്. ചോദ്യം ഇതാണ്: ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്ന പ്രധാന ഇതിവൃത്തം ബീഫാണോ, അതോ കേരളത്തിലും ഭാരതത്തിലും വിവിധ ഇടങ്ങളിൽ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികൾ നിർബന്ധിത മതപരിവർത്തനത്തിന് പ്രണയത്തിൻ്റെ മറവിൽ വിവാഹിതരായി അതിനുശേഷം നിർബന്ധിതമായിട്ട് മതപരിവർത്തനത്തിന് വിധേയരാക്കപ്പെടുന്നുവെന്ന് ഹൈന്ദവ ക്രൈസ്തവ സംഘടനകളും നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയത്തെ ഒരിക്കൽ കൂടി പൊതുജന സമക്ഷത്തിലേക്ക് എത്തിക്കുകയാണ്. നമുക്കെപ്പോഴുമുള്ളൊരു പ്രശ്നം, യഥാർത്ഥത്തിൽ വിഷയം എന്താണെന്ന് മനസ്സിലാക്കാതെ
ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ ഊന്നിക്കൊണ്ട് വലിയ കാര്യത്തെ മറന്നുപോകുന്ന ഒരു പ്രതിസന്ധിയാണ്. ആ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം യഥാർത്ഥത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നീതി എന്ന് പറയുന്നത് അത് അർഹതപ്പെട്ടവനിലേക്ക് എത്തേണ്ടതാണ്. ആ നീതി അത് ഒരു വ്യക്തിക്കാണെങ്കിലും 100 വ്യക്തികൾക്കാണെങ്കിലും നീതി ലഭിക്കുക തന്നെ ചെയ്യണം. നീതി ലഭിക്കാനാണ് നമ്മൾ പ്രതികരണങ്ങൾ നടത്തേണ്ടത്. എങ്കിൽ കേരള സ്റ്റോറി ഒരു നീതിയുടെ പോരാട്ടമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഒരു കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് കടുവ ഇറങ്ങിക്കഴിയുമ്പോൾ മനുഷ്യരെ കൊന്നു തിന്നുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ടത് ഭരണാധികാരികളാണ്, അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവർ അത് ചെയ്യാതെ വരുന്ന സാഹചര്യത്തിൽ സ്വന്തം കൂടപ്പിറപ്പിനെയും മക്കളെയും സഹോദരങ്ങളെയും ഒക്കെ സംരക്ഷിക്കാൻ ഏതൊരു വ്യക്തിയും ചെയ്യുന്ന ഒരു കാര്യം, ഇതാ കടുവ ഇറങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, കടുവ പിടിച്ചു കഴിഞ്ഞാൽ ജീവിതവും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കുകയാണ്. കേരള സ്റ്റോറി എന്ന സിനിമ ഒരു തരത്തിൽ ഈ ഒരു ബോധവൽക്കരണമാണ്. കടുവയിൽ നിന്ന് സ്വന്തം പെങ്ങളെയും ഭാര്യയെയും മകളെയും രക്ഷിക്കാൻ നടത്തുന്ന ഒരു ബോധവൽക്കരണം. അതുകൊണ്ട് കടുവകൾ നാട്ടിലുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ആ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമാക്കി തീർന്ന് ആ കേരള സ്റ്റോറിയിൽ പറഞ്ഞു വെക്കുന്ന കാര്യത്തിൻ്റെ ഗൗരവം കുടുംബാംഗങ്ങളിലേക്ക് എത്തിക്കാൻ, പ്രത്യേകിച്ച് പെൺകുട്ടികളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ. നന്ദി. സംഘപരിവാറിന്റെ ആസനം താങ്ങി നടക്കുന്ന ഇവനെ പോലുള്ളവനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് പുരോഹിത എന്ന് വിളിക്കുന്നത്? നല്ല അച്ഛനും അമ്മയ്ക്ക് ജനിച്ചിട്ടുള്ള നല്ല മതപുരോഹിതന്മാർ പറയുന്ന കൂടെ ഒന്ന് കേട്ടോ. ഏതായാലും എൻ്റെ ഇടയിൽ ഞാൻ കാണിക്കുന്നത് കേരള സ്റ്റോറി അല്ല, അതിന്റെ ബോധ്യമാണ്. ഇത്തരത്തിലുള്ള പ്രൊപ്പഗാണ്ടയാണ് പ്രചരിപ്പിക്കപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ മണിപ്പൂരിനെ മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ശരിയാണ്, മണിപ്പൂരിന്റെ ഇഷ്യൂസ് കഴിഞ്ഞിട്ട് നാളായി. ഞാൻ ഇപ്പോൾ ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? ഉറപ്പായിട്ടില്ല. പക്ഷേ മറ്റൊരു കേരള സ്റ്റോറി പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുമ്പോൾ ഞാനത് പറഞ്ഞേ പറ്റുള്ളൂ. കലർപ്പുകൾ ഉണ്ടാവാത്തൊരു സംഭവം ചേർന്നാൽ എപ്പോഴും നല്ലത്. സംശീതം നിഴലേക്കെങ്കിലും നമ്മൾ നയിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ടന്റ് ബോധപൂർവ്വം മാറ്റി വെക്കുന്നതാണ്. സോ കണ്ടന്റ് സെലക്ഷൻ വാസ് കംപ്ലീറ്റ്ലി റോങ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പ്രണയത്തിന്റെ ചരിത്രങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് ബോധവൽക്കരിക്കാനാണെങ്കിൽ എത്രയും നല്ല സിനിമയുടെ റിലീസ് ആയിട്ടുണ്ട്. ഇപ്പോൾ മുസ്തഫ എന്ന് പറയുന്ന ഒരു മുസ്ലിം തന്നെ സംവിധാനം ചെയ്ത കപ്പേള എന്ന് പറയുന്ന സിനിമയുണ്ട്, ഉടൽ എന്ന് പറയുന്ന സിനിമയുണ്ട്, ജോജി എന്ന് പറയുന്ന സിനിമയുണ്ട്. ഇതെല്ലാം മനുഷ്യരുടെ അക്രമവാസങ്ങളെ പറ്റിയും അവരുടെ സമയത്തെ പറ്റിയൊക്കെ പറയുന്ന സിനിമകളല്ലേ. പക്ഷേ ഇതൊരു പ്രൊപ്പഗാണ്ടയുടെ ഭാഗമാണെന്ന് പ്രകടമായി തന്നെ ആരോപണമുള്ള ഒരു സിനിമ എന്തുകൊണ്ട് സഭ എടുക്കുന്നു? സഭ മാറ്റം തന്നെ തരുന്നില്ലേ? അല്ലെങ്കിൽ സ്പോട്ട്ലൈറ്റ് പോലുള്ള സിനിമകളുണ്ട്, അതുപോലുള്ള സിനിമകളുണ്ട്, അതൊക്കെ യോജിച്ച പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പോൾ അത്ര സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കാര്യത്തിൽ വേഗം കാണിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇനി അതിനെ കൗണ്ടർ വിറ്റ്നസ് ചെയ്യാനോ അല്ല കൗണ്ടർ ആർഗ്യുമെന്റ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ ചോദ്യം. ഇത് വളരെ നാച്ചുറലായിട്ട് സംഭവിച്ചതാണ്. പ്രധാനപ്പെട്ട ഈ ഇന്റൻസീവ് ബൈബിൾ കോഴ്സ് IBC എന്നുള്ളത് സാധാരണ എല്ലാ കത്തോലിക്ക ഇടവകകളിലും അവധിക്കാലത്ത് കുട്ടികൾക്ക് നടത്തുന്ന ഫെയ്ത്ത് ഫോർമേഷന്റെ അല്ലെങ്കിൽ വാല്യൂ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് നടത്തുന്ന പ്രോഗ്രാംസാണ്. സാധാരണ സൺഡേ കാറ്റഗറീസിനേക്കാൾ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് കുട്ടികളെ ഇവിടെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നടത്തപ്പെടുന്ന ഒരു പരിപാടിയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ രൂപത്തിൽ ഓരോ തീമുകൾ ഉണ്ടാവും, അതിന് ടെക്സ്റ്റുകൾ ഉണ്ടാവും, അവർ ഫോളോ ചെയ്യാറുണ്ടാവും. അപ്പോൾ ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ ഇത് ഇന്റൻസീവ് ബൈബിൾ കോഴ്സ് കുട്ടികളുടെ 1 മുതൽ 12 വരെയുള്ള കുട്ടികളുടെ ഇടയിൽ തന്നെയാണ് ഈ സംഭവം ഇപ്പോൾ പ്രചാരം കൊടുത്തിരിക്കുന്നത്. അവരെ കാണിച്ചിരിക്കുന്നത് 3 മണിക്കൂർ വരുന്ന സിനിമയാണ് നോക്കണം. ഈ വേനലവധിക്കാലത്ത് ഞങ്ങൾക്ക് ഉച്ചവരെ പ്രോഗ്രാം നടത്താൻ പറ്റുന്നുള്ളൂ, കാരണം അത്ര സമയം നമുക്കുള്ളൂ. അതിനിടയ്ക്ക് ഇത്രയും ഒരു സ്പാം ഇതിന് വേണ്ടി നമ്മൾ സ്പാം കൊടുക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഉള്ളിൽ പെട്ടെന്ന് ചോദ്യം തോന്നും. പക്ഷേ പെട്ടെന്ന് നമുക്ക് ചിന്ത വന്നത്, എനിക്ക് ക്യൂയിൽ തന്നെയാണ് വിളിക്കുന്നത്, എന്നെ വിളിച്ച് നിങ്ങൾക്ക് മറുപടി തന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആശയം മനസ്സിൽ വരുന്നത്. എന്തുകൊണ്ടും നമ്മൾ മറുപടി പറയുന്നതിനേക്കാൾ ഒരു കൗണ്ടർ ആക്ഷൻ നടത്തിക്കൂടാ. അപ്പോൾ ആ സമയത്ത് ഏറ്റവും ദൈവാദിനം അല്ലെങ്കിൽ ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ ഇടവകയിൽ പ്രിൻസിപ്പൾസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാനായിട്ട് പ്രത്യേക ഡേറ്റ് സെലക്ട് ചെയ്തതല്ല, വളരെ ഓട്ടോമാറ്റിക്കലി അത് വന്നതാണ്. അതിന് ലാസ്റ്റ് ദിവസമാണ്. എന്തുകൊണ്ട് ആ ദിവസം തീരുന്നതിന് മുമ്പ് അതേ രീതിയിലൂടെ മറ്റൊരു സംഭവം എനിക്ക് ചെയ്തുകൂടാ? ഏതായാലും എൻ്റെ ഇടവകയിൽ ഞാൻ കാണിക്കേണ്ടത് കേരള സ്റ്റോറി അല്ല, അതിൻ്റെ ബോധ്യമാണ്. അപ്പോൾ ഉറപ്പായിട്ട് അത് ചെയ്യില്ല എന്നുള്ളത് നമ്മുടെ ബോധ്യമാണ്. പിന്നെ എന്ത് ഇത്തരത്തിലുള്ള പ്രൊപ്പഗാണ്ടയാണ് പ്രചരിപ്പിക്കപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ മണിപ്പൂരിനെ മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ശരിയാണ്, മണിപ്പൂരിന്റെ ഇഷ്യൂസ് കഴിഞ്ഞിട്ട് നാളായി. ഞാൻ ഇപ്പോൾ ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? ഉറപ്പായിട്ടില്ല. പക്ഷേ മറ്റൊരു കേരള സ്റ്റോറി പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുമ്പോൾ ഞാനത് പറഞ്ഞേ പറ്റുള്ളൂ. അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇതുപോലെ ലോഹ ഇട്ടിട്ട് അടിയിൽ ട്രൗസർ ഇട്ട് നടക്കുന്ന വേട്ടാവളിയന്മാർ ഈ സമുദായത്തിന് നാശമുണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ്, സാത്താന്റെ സന്തതികളാണ്. എന്തായാലും അച്ഛൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. കേരള സ്റ്റോറി എന്ന സിനിമ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മൾ മണിപ്പൂർ സ്റ്റോറിയെക്കുറിച്ച് മറന്നു പോകാതിരിക്കുക. നമ്മൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന സ്റ്റോറികളെ കുറിച്ചിട്ട് മറന്നു പോകാതിരിക്കുക. ഇത്തരം പ്രൊപ്പഗണ്ട സിനിമകൾ ഈ കേരളത്തിലെ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കുമ്പോൾ ഒരു വിഭാഗം നല്ല മനുഷ്യർ നമ്മുടെ കേരളത്തിലുണ്ട്. അത് എല്ലാ മതവിഭാഗത്തിലുണ്ട്. എല്ലാവരുടെയും തലയിൽ ചാണകമല്ല എന്ന് തെളിയിച്ചിട്ടുള്ള ഒരു വിധിയാണ് ഈ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കെതിരെ ഇന്ന് നമ്മുടെ കേരളത്തിലെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന ഓരോ മനുഷ്യരും ഈ സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നതും ഈ സിനിമയുടെ റിലീസിങ് തടഞ്ഞിരിക്കുന്നതും. എന്താണെങ്കിലും ഇനി ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു പേര് മാറ്റിക്കൊണ്ട് ഒരു സംഘി സ്റ്റോറി, ഒരു പ്രൊപ്പഗണ്ട സിനിമ എന്ന രീതിയിൽ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ഇതൊക്കെ പോയി തിയേറ്ററിൽ പോയൊക്കെ കാണും. കാരണം നിന്റെയൊക്കെ തലയ്ക്കകത്ത് ഇതല്ലാതെ വേറൊന്നും ഉദിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ നല്ല വ്യക്തമായിട്ട് അറിയാം. നിന്റെയൊക്കെ പൂർവികന്മാർ ചെയ്തുകൊണ്ടിരുന്ന അതേ പാതയിൽ ഇവിടുത്തെ ജനങ്ങളെ ഘടിപ്പിക്കാൻ വേണ്ടി നീയൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് 100 വർഷമായിട്ട്. അതൊന്നും ഇവിടുത്തെ ജനങ്ങൾ ഇതുവരെ മുഖവരിക്ക് എടുത്തിട്ടില്ല. ഇനി അങ്ങോട്ടും അതൊക്കെ തന്നെയായിരിക്കും. ഞങ്ങൾ കേരളത്തിൽ ജീവിക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ഞങ്ങളൊരു ഏകോദര സഹോദരങ്ങളെ പോലെ മരണം വരെയും ഇവിടെ സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക തന്നെ ചെയ്യും. അതിനകത്തൊരു മാറ്റമില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ട്രൗസർ ഇട്ടിട്ടുള്ള അച്ഛന് നമ്മുടെ റിയൽ അച്ഛൻ കൊടുത്തിട്ടുള്ള മറുപടി മാസാണെങ്കിൽ ഇന്നത്തെ ലൈക്കും കമൻറ്റും എല്ലാം
നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനോടുക. അടുത്തൊരു വീഡിയോ കാണാം. അതൊരു എല്ലാവർക്കും ബൈ.